എവ്രിവൺ. നല്ല വ്യക്തിത്വത്തിന്റെ ഉടമകളായി മാറുവാൻ നല്ല ചിന്തകളും ബോധ്യങ്ങളും പങ്കുവച്ച് നൽകുന്ന ഷാലോം കിഡ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാരി, വിശുദ്ധിയിൽ വളരാൻ ഉതകുന്ന നല്ല ചിന്തകൾ കുഞ്ഞു ഉദാഹരണങ്ങളിലൂടെ നമുക്ക് പങ്കുവച്ചു തരാൻ ദൈവമൊരുക്കിയ നമ്മുടെ പ്രിയപ്പെട്ട സുനിത സിസ്റ്റർ ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. കേൾക്കാം, സ്വായത്തമാക്കാം സിസ്റ്ററിന്റെ ആ തേൻമൊഴികൾ. ഹായ് ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. നമ്മളെ മറ്റുള്ളവർ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? നമ്മളെ പേരിലൂടെയാണ് മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കുന്നത്. ഒരു കൂട്ടം ആൾക്കാരുണ്ടെങ്കിൽ ആ ഇടയിൽ നിന്ന് നമ്മുടെ പേര് വിളിച്ചാൽ നമ്മൾ ഉടനെ യെസ് സർ എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കും അല്ലേ. ഇപ്പോൾ സിസ്റ്റർ സുനീത എന്ന് പറയുമ്പോൾ ഞാൻ കൈപൊക്കും, ആൻറ്റോ എന്ന് പറയുമ്പോൾ ആൻറ്റോ ഒരു പേരുള്ള ആൾ കൈപൊക്കും അല്ലേ. അപ്പോൾ പേരിലൂടെയാണ് ഒരാളെ ഈ ലോകം അല്ലെ മറ്റുള്ളവർ തിരിച്ചറിയുന്നത്. യെസ് യെസ്. പക്ഷെ ഈ പേര് വിളിച്ചെന്ന് പറഞ്ഞാൽ ശക്തി കിട്ടുമോ? ഉദാഹരണത്തിന് എൻ്റെ പേര് സുനിത, സുനിത 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 നീട്ടി വിളിച്ചെന്ന് പറഞ്ഞാൽ കൃപയൊഴുവോ? ഇല്ല അല്ലേ. ശക്തി കിട്ടുമോ? ഇല്ല. ഇപ്പം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുടെ കണ്ണുനീര് മാറുമോ? ഇല്ല അല്ലേ. കൂടുതൽ കരയത്തേ ഉള്ളൂ, സങ്കടമൊന്നും മാറത്തില്ല. നമ്മളെ തൊണ്ട പൊട്ടണതല്ലാതെ ഒരു പൊടി പോലും പറക്കത്തില്ല അല്ലേ. അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പേരിൻ്റെ ശക്തി. എന്നാൽ ദൈവത്തിൻ്റെ ശക്തി ഭയങ്കര പവറാണ്, എനർജിയാണ്. ഓക്കെ, രണ്ട് തരം നാമമുണ്ട്. നാമം എന്ന് വെച്ചാൽ പേര്. ഓക്കെ, ദൈവനാമവും മനുഷ്യനാമം. ഇവ തമ്മിലിങ്ങനെ അജഗജാന്തര വ്യത്യാസമുണ്ട്, ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പം നേരത്തെ നമ്മൾ കണ്ടല്ലോ, നമ്മുടെ പേര് വിളിച്ചാൽ ഒരു മണവും ഗുണവും ഇല്ല, ഒരു ഒന്നും വരത്തില്ല. എന്നെ തിരിച്ചറിയാം, എൻ്റെ ഐഡൻറ്റിറ്റിയാണ്, എൻ്റെ അസ്തിത്വമാണ് എന്നൊക്കെ പറയും. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു സംഭവം വരത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ നാമം ഉണ്ടല്ലോ, അങ്ങനെയല്ല. അത് ദൈവത്തിൻ്റെ നാമം ശക്തിയുള്ള നാമമാണ്, പവറുള്ള നാമമാണ്, രക്ഷിക്കപ്പെട്ടവൻ്റെ നാമമാണ്, രക്ഷിക്കുന്നവൻ്റെ നാമമാണ്, മുറിവേറ്റവൻ്റെ നാമമാണ്, മുറിവുണക്കുന്നവൻ്റെ നാമമാണ്, വിലയുള്ള നാമമാണ്, എൻ്റെ ദൈവത്തിൻ്റെ നാമമാണ്. ആമേൻ. ഓക്കെ, അപ്പോൾ അതിനൊരു പവറാണ് മക്കളെ. പവറെന്ന് വെച്ചാൽ പവർ തന്നെയാണ്. അപ്പോൾ ആ നാമം വിളിച്ച് ആ പവർ മനസ്സിലാക്കി വിളിച്ച് പ്രാർത്ഥിച്ചവർ രക്ഷ കണ്ടിട്ടുണ്ട്. സിസ്റ്റർ പറഞ്ഞുതരാം, എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, ഉദാഹരണത്തിന് നമ്മൾ ബൈബിളിൽ ജോയൽ 2:32 പറയുന്നുണ്ട്, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. എന്താ ഒരിക്കലും പറഞ്ഞേ? കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവൻ രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞാൽ എനിക്കും നിനക്കും ഒക്കെ രക്ഷപ്പെടണമെങ്കിൽ ഈ നാമം ഒന്ന് ആഞ്ഞു വിളിച്ചാൽ പോരെ? അതല്ലേ അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി ഈ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് രണ്ടുപേരെ സിസ്റ്റർ പരിചയപ്പെടുത്തി തരാം. നമ്മളെ പുതിയ നിയമം വായിക്കുമ്പോൾ ലൂക്കയുടെ പുസ്തകം 18:38 ദാവീദിൻ്റെ പുത്രനായ ഈശോയെ എന്നിൽ കനിയണമേ എന്ന് ചങ്ക് പൊട്ടി ഉറക്കെ വിളിച്ചു. ആരാണോ? കണ്ണ് കാണാത്ത ഒരു ചേട്ടൻ അല്ലേ. ജെറീക്കോ പട്ടണത്തിൽ ബത്തോമിയോസ് എന്ന് പറയുന്ന ഒരു പാവൻ ചേട്ടൻ, കണ്ണൊന്നും കണ്ടുകൂടാ. അപ്പോൾ ആ ചേട്ടന് ഭയങ്കര വിശ്വാസമാണ്. ആ ചേട്ടൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ഈശോയെ എന്നിൽ കനിയണമേ, ദാവീദിൻ്റെ പുത്രനായ ഈശോയെ എന്നിൽ കനിയണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്നാ ചെയ്തു? അങ്ങോട്ട് പോയ ദൈവം റൂട്ട് മാറ്റി ദേ ഇങ്ങോട്ട് വന്നു. ഓക്കെ, ഈശോയ്ക്ക് അങ്ങ് വേറെ പരിപാടിയുണ്ട്. ഈശോ പബ്ലിക് ഫിഗർ അല്ലേ, ആര് കണ്ടാലും പൊക്കിക്കൊണ്ട് പോകും. അപ്പോൾ ഈശോ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഇവൻ ഇവിടെ ഇരുന്ന് ഒരു മൂലയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ വിളിച്ച് ഈ നാമം, വേറെ ഒന്നും പറഞ്ഞില്ല, ഈ നാമം ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു, പോസ് ഇട്ടു. എന്നിട്ട് തിരിച്ച് ദൈവൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എൻ്റെ കുട്ടാ, ഞാൻ എന്ത് ചെയ്ത് തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഓക്കെ, ആരോട് ചോദിച്ചതാ? ഈശോ ഈ ചേട്ടൻ്റെയോട് ചോദിച്ചു, കണ്ണ് കാണാൻ വയ്യാത്ത ചേട്ടൻ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ദൈവമേ എൻ്റെ കാഴ്ച തിരിച്ചു കിട്ടണം, അത് മാത്രമേ ഉള്ളൂ. തൽക്ഷണം കാഴ്ചശക്തി വീണ്ടും കിട്ടി. തൽക്ഷണം എന്ന് വെച്ചാൽ 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ടില്ല, തൽക്ഷണം. ഇതാണ് തൽക്ഷണം. ഈ സമയം കൊണ്ട് കിട്ടി. കണ്ടോ? അപ്പോൾ ദൈവനാമവും മനുഷ്യനാമവും തമ്മിലുള്ള വ്യത്യാസം. ഇതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഒരു കാനാൻ ദേശത്തിലെ ചേച്ചി ആൻറ്റിയെ പറ്റി പറയുന്നുണ്ട്. ഈ ആൻറ്റി എന്നാണെന്നറിയാമോ? ആൻറ്റിയുടെ കുഞ്ഞിന് ഭയങ്കര പിശാചിൻ്റെ ഉപദ്രവം, രാത്രികളത് നിലവിളിയും ഉറക്കമില്ല, ഭയങ്കര ബഹളം. ഓക്കെ, ആൾക്കാരൊക്കെ ഈ മാനസിക രോഗി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാ? അതുപോലെ ഈ ചേച്ചിയുടെ പാവം കുഞ്ഞ് ക്യൂട്ടാണ്, പക്ഷെ എന്ത് ചെയ്യാം. അപ്പോൾ ഈ ചേച്ചിയും വന്ന് പ്രാർത്ഥിക്കുന്നത്, ദാവീദിൻ്റെ പുത്രനായ ഈശോയെ എൻ്റെ കനിയണമേ, എൻ്റെ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തണമേ. അപ്പോഴും തൽക്ഷണം സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ ഇതാണ് ദൈവനാമത്തിൻ്റെ പ്രത്യേകത. പിടികിട്ടിയോ? നമ്മളെ പേര് വിളിച്ചാൽ
ഒന്നും കിട്ടത്തില്ല. അപ്പം നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ, നമുക്ക് സ്റ്റാർ ആകണമെങ്കിൽ, നക്ഷത്രങ്ങളെപ്പോലെ ഇങ്ങനെ ചിമ്മി 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 തിളങ്ങണമെങ്കിൽ, സൂര്യനെ പോലെ ഇങ്ങനെ കത്തി ജ്വലിക്കണമെങ്കിൽ ഏത് നാമം വിളിക്കണം? വേറെ ഒരു വലിയ ആനക്കാര്യമൊന്നും ചെയ്യണ്ട, ഈ പേര് വിളിച്ചാൽ മതി എൻ്റെ കുട്ടാ. നമ്മൾ പണ്ട് നിങ്ങൾ മായാവി വായിക്കത്തില്ലേ? ബാലരമയൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലേ? ആ ബാലരമയിൽ കുട്ടൂസനും ടാഗിനിയും പിന്നെ ആരാണ് ലുട്ടാപ്പിയൊക്കെ ഉള്ള കഥ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ രാജു രാധയും ഈ പ്രശ്നം, ഈ ഡാഗിനി അമ്മുമ്മയും ഡാഗിനി അപ്പൂപ്പനല്ലേ, ഡാഗിനി അപ്പൂപ്പനും ഒക്കെ ലുട്ടാപ്പിയൊക്കെ ചേർന്ന് പണി 8ന്റെ പണി അവർക്ക് കൊടുക്കാൻ നോക്കും. അപ്പോൾ ഇവരെന്നാ ചെയ്യണം? നീട്ടി വിളിക്കും, മായാവി എന്ന് വിളിക്കുമ്പോൾ മായാവി ഓടി വരും അല്ലേ. പക്ഷേ ഇതൊരു സാങ്കല്പിക കഥയാണ്, നമ്മൾ മായാവിയെ കണ്ടിട്ടും കേട്ടിട്ടില്ല. അത് ആരുടെയോ മനസ്സിൽ ബുദ്ധിയിൽ ഉദിച്ച കഥ അല്ലേ, അത് സാങ്കല്പികമാണ്. പക്ഷേ ഈശോ അങ്ങനെയല്ല, തമ്പുരാൻ്റെ നാമം അങ്ങനെയല്ല. അത് ജനിച്ച് ഈശോ നമ്മളെപ്പോലെ നടന്ന് കൂട്ടുപിടിച്ച് നടന്ന് ജീവിച്ച ഈശോയുടെ നാമമാണ്. അതാണ് പവർ. ഇങ്ങനെ ശക്തി, ഇങ്ങനെ ഒരു കൃപ, ഇങ്ങനെ ഒടിഞ്ഞു കിടക്കണം നമ്മളൊക്കെ ജില്ലായി മാറും. ഓക്കെ, അപ്പോൾ ഈശോ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക, നമ്മൾ രക്ഷ പ്രാപിക്കും. അതൊരു കുഞ്ഞു പരീക്ഷണത്തിലൂടെ സിസ്റ്റർ കാണിച്ചു തരട്ടെ. സിമ്പിളാണ്. എങ്ങനെയാ ഈശോയുടെ നാമം പവർഫുൾ നാമം വന്ന് കാണിക്കുന്ന ഒരു എക്സാമ്പിൾ കണ്ടോ. ഇത് നമ്മൾ പാത്രമാണ്, പാത്രത്തിൽ കുറച്ച് വെള്ളമുണ്ട്. ഇത് കാണിക്കുന്നത് നമ്മുടെ ലോകം. ഓക്കെ, ഇതുപോലെ ശുദ്ധമായിരുന്നു നമ്മുടെ ലോകം അല്ലേ. നമ്മൾ വന്നപ്പോൾ ശുദ്ധവും വ്യക്തവും ക്ലിയറും ഒക്കെ ആയിരുന്നു. നമ്മൾ ജനിച്ച് കുറേ കൂടി ഇങ്ങനെ വളർന്ന് വന്നപ്പോൾ കുഞ്ഞു കുഞ്ഞു പാപങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നു. കുറച്ച് കോപം, കുറച്ച് തർക്കുത്തരം പറയില്ലേ, പിന്നെന്താ കുറച്ച് അടിയുണ്ടാക്കല്, വഴക്ക് പറയല്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ നമ്മുടെ ഈ ലോകത്ത് വന്നു. അത് സിസ്റ്റർ കാണിക്കുന്നത് എന്നാണെന്നറിയാമോ? ഇത് പെപ്പർ പൗഡറാണ്. നമ്മളെ വീട്ടിൽ അടുക്കളയിൽ അമ്മയൊക്കെ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഈ പെപ്പറുണ്ടോ കറുത്ത മാർക്ക്, സൗന്ദര്യം ഇല്ലാത്ത ഈ പെപ്പർ പൗഡർ കണ്ടോ, ഇതുപോലെ നമ്മളെ ജീവിതത്തിൽ നമ്മളിങ്ങനെ വളരും തോറും അല്ലേ, ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ തല്ലിടില്ലേ വീട്ടിൽ. ഇങ്ങനെ തല്ലിട്ടും വഴക്കുണ്ടാക്കിയും ഒക്കെ കുറേ കുഞ്ഞു 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 പാപങ്ങൾ, കള്ളത്തരങ്ങളൊക്കെ ചെയ്ത് നമ്മളെ ജീവിതം ഇതുപോലെ ആയി മാറി. അപ്പോൾ വിചാരിക്കുക, ഇങ്ങനെ നമ്മളെ ജീവിതം ശുദ്ധമായിരുന്നില്ലേ ആദ്യം വെള്ളം, അതിപ്പം കണ്ടോ അവസ്ഥ. എന്ത് ചെയ്യും? ഓക്കെ, ഈ സിസ്റ്ററിൻ്റെ ഈ ചൂണ്ടുവിരലും ഉണ്ട്. ഈ ചൂണ്ടുവിരൽ എന്നാ? എൻ്റെ ഈശോയെ വിശ്വസിക്കുന്ന വ്യക്തിയുടെ കൈവിരലെന്ന് വിചാരിക്കുക. ഇതൊരു സാധാരണ ദൈവമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാം. കഴിവ് മതി, ഇൻ്റർപേഴ്സണൽ സ്കില്ല്, ഇൻട്രാപേഴ്സണൽ സ്കില്ല്, കമ്മ്യൂണിറ്റി സ്കില്ല്, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് ട്യൂഷനൊക്കെ പോകത്തില്ലേ. കഴിവുകൾ മതി, അറിവ് മതി, നമുക്ക് ഈ ലോകത്ത് ജീവിക്കാം. നമ്മൾ താരമാകുമെന്ന് വിശ്വസിക്കുന്ന ഈ വ്യക്തിയും അതൊക്കെ വേണം. പക്ഷെ അതിനേക്കാൾ ഉപരി ദൈവവും കൂടി ഉണ്ടെങ്കിലേ ജീവിതത്തിൽ വല്ല മിറക്കിൾസ് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയും. ഓക്കെ, എ ആൻഡ് ബി നമുക്ക് നോക്കാം. അപ്പോൾ ഈ വ്യക്തിയും ലോകത്തിൽ ജീവിക്കുവാണേ. അപ്പോൾ വല്ലത് സംഭവിക്കുന്നുണ്ടോ? ഒരു മാറ്റവും ഇല്ല അല്ലേ. കണ്ട, ഒന്നും സംഭവിക്കുന്നില്ല. അവൻ എത്ര വിചാരിച്ചിട്ട് ഈ പാപക്കറകൾ അവനെ ചുറ്റിപ്പറ്റി തന്നെ നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വ്യക്തിയാണ് ഈശോയെ ദാവീദിൻ്റെ പുത്രനായ ഈശോയെ എന്നിലും കനിയണമേ എന്ന് പറഞ്ഞ് അവ കൈവയ്ക്കുവാണ്. കേട്ടോ, എന്താ സംഭവിക്കണം നോക്കിക്കോ. എന്താ സംഭവിക്കണം മക്കളെ? സൂക്ഷിച്ചു നോക്ക്. കേട്ടോ ക്ലിയർ ആയില്ലേ? കേട്ടോ, ഈ സംഭവം എല്ലാം ഒരു സൈഡിലോട്ട് പോയി. കേട്ടോ, നടുക്ക് ക്ലിയറായി. നമുക്ക് വഴി ചെങ്കടൽ പിളർന്നത് പോലെ കണ്ട. നമ്മുടെ ജീവിതത്തിലും ദൈവം അസാധ്യമായ കാര്യങ്ങൾക്ക് ഒരു വഴി ഇതുപോലെ എൻ്റെ മക്കളെ വെട്ടിത്തെളിച്ച് നമ്മളെ നടത്തും. അപ്പോൾ ഈശോയുടെ നാമം പവർഫുൾ നാമമാണ്, ശക്തമായ നാമമാണ്. ആയതിനാൽ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഇങ്ങനെ നമ്മുടെ നാവിൻ തുമ്പത്ത് ദൈവത്തിൻ്റെ നാമം തത്തിക്കളിക്കണം. അപ്പോൾ ആ കുരുടനായ ചേട്ടനെ പോലെ, ആ കാനാൻ ദേശത്തെ ആൻറ്റിയെ പോലെ നമുക്കും വിളിച്ച് പ്രാർത്ഥിക്കാം. ദാവീദിൻ്റെ പുത്രനായ ഈശോയെ എന്നിൽ കനിയണമേ, ദാവീദിൻ്റെ പുത്രനായ ഈശോയെ എന്നിൽ കനിയണമേ. കൂട്ടുകാരെ, തോട്ടാനച്ചനും കൂട്ടുകാരും ഇന്നും പുതിയൊരു സംശയ നിവാരണവുമായി എത്തിയിട്ടുണ്ട്. നമ്മളിൽ പലർക്കും ആ സംശയങ്ങൾ ഉണ്ടായിട്ടുമുണ്ടാകാം. നമുക്ക് ശ്രദ്ധയോടെ അച്ഛനെ ശ്രവിക്കാം. സംശയങ്ങൾ ദൂരീകരിച്ച് വിശ്വാസത്തിൽ ആഴപ്പെടാം. നമ്മുടെ അടുത്ത സെഗ്മെന്റ് തോട്ടാനച്ചനും കുട്ടികളും. ആ, എല്ലാവരും വന്നിട്ടുണ്ടല്ലോ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. ആ, എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛനെന്താ ഇവിടെ? ഞങ്ങൾ കൊതേ നോക്കി. ആ, അച്ഛനെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് സെമിത്തേരിയിലേക്ക് വന്നതാ.
ആ മരിച്ചവരുടെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ഒരു കാര്യം ഓർത്തെ. ഇന്നലെ ഞാൻ ഒരു സ്വപ്നം കണ്ടച്ചോ. ആ എൻ്റെ അപ്പാപ്പൻ തീകൾക്കിടയിലൂടെ ഒക്കെ വന്ന് എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞോ. ഞാൻ അത് ഇവരോടൊക്കെ പറഞ്ഞപ്പോ ഇവരൊക്കെ എന്നെ കളിയാക്ക. സത്യത്തിൽ എൻ്റെ അപ്പാപ്പൻ സ്വർഗത്തിൽ പോയിണ്ടാവോ? അപ്പാപ്പൻ സ്വർഗത്തിൽ പോയിട്ടുണ്ടാവോ, ശുദ്ധീകരണ സ്ഥലത്താവോ, അതല്ലേ ഇപ്പം മോൻ്റെ സംശയം? ആ ഓക്കെ, നമ്മളൊക്കെ മരിക്കണ നേരത്തെ നമുക്കൊക്കെ വ്യക്തിപരമായ തനതായ ഒരു വിധി ദൈവം നടത്തുന്നതാണ് സഭ പഠിപ്പിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ചെയ്ത നല്ല പ്രവൃത്തികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല കരുണയ്ക്ക് കാരണമാകും. നമ്മുടെ വിശ്വാസം അതൊക്കെ നമ്മുടെ ദൈവകരുണയ്ക്ക് കാരണമാകും. ഇനി നമ്മൾ മാരകപാപാവസ്ഥയെല്ലാം മരിക്കണമെങ്കിലോ അപ്പം പിന്നെ നമുക്ക് നിവൃത്തിയില്ല. നമ്മൾ മാരകപാപത്തെക്കുറിച്ചൊക്കെ പശ്ചാത്തപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ വിശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വിധേയരാകാൻ വേണ്ടി ശുദ്ധീകരണ അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഈ ശുദ്ധീകരണ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതത്ര വലിയ സുഖമുള്ള സ്ഥലമൊന്നും അല്ല കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ കിണറ്റിലോ കുളത്തിലോ ഒക്കെ മുങ്ങി മരിക്കാൻ പോകുന്ന അവസ്ഥയിൽ വായു വലിക്കാൻ പറ്റണില്ല, പൊങ്ങി വരാൻ പറ്റണില്ല. ആ പരാക്രമം വെള്ളം മാറ്റിയിട്ട് അതൊരു തീ തടാകമാണെങ്കിൽ ആത്മാവ് അയ്യോ രക്ഷപ്പെടാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സംഭവം ഈശോ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ധനവാൻ്റെ ലാസറിന് ഉപമ പറഞ്ഞിട്ട്, ധനവാൻ മരിച്ചപ്പോൾ നേരെ നരകത്തിൽ പോയി എന്ന് പറയാം. ലാസറിനെ ദൈവം അബ്രാഹത്തിൻ്റെ മടിയിലേക്ക്, സ്വർഗമാണത്, അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ വെച്ചിട്ട് ധനവാൻ അകലെ കിടന്ന് കണ്ടു. ലാസറിനെ കണ്ടപ്പോൾ ദൈവത്തോട് അപേക്ഷിക്കുക, ഒന്നിങ്ങോട്ട് പറഞ്ഞുകൂടും, എൻ്റെ തൊണ്ട ഒന്ന് നനയ്ക്കാനാ. അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഈ ശുദ്ധീകരണ പ്രക്രിയയിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർക്ക് വലിയ ആശ്വാസം കിട്ടും, അവർക്ക് ദൈവം കരുണ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ നമ്മളൊക്കെ പള്ളിയിലേക്ക് പോകുമ്പോഴേ നമ്മുടെയൊക്കെ പൂർവികർ പലരും കല്ലറകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടാവില്ലേ. ഒന്ന് അവിടെ കല്ലറയ്ക്ക് പോയി ഒരു പൂവ് വെച്ച് അവർക്ക് വേണ്ടി ഒരു മരിച്ച വിശ്വാസികൾ ചൊല്ലി പ്രാർത്ഥിച്ചാൽ ആ ശുദ്ധീകരണാവസ്ഥയിലാണ് അവരെങ്കിൽ അവർക്ക് എന്തോ ഒരു ആശ്വാസം കിട്ടും. നമ്മളത് ചെയ്യണ്ടേ? നമ്മുടെ പൂർവികർ നമുക്ക് വിശ്വാസം പകർന്നു തന്നവരാണ്. കഠിനമായി അധ്വാനിച്ചതിൻ്റെ ഫലമാണ് നമ്മളൊക്കെ ഇന്ന് അനുഭവിക്കുന്നത്. അതൊക്കെ ഓർത്ത് ഇങ്ങനെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് കടമയുണ്ടെന്ന് കുഞ്ഞുമക്കൾ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കേട്ടോ. കൂട്ടുകാരെ, നാം ഇന്ന് ജീവിക്കുന്നത് ഒരു വൈഫൈ കാലഘട്ടത്തിലാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ന്യൂജൻ രീതിയിൽ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാലോ? കൂടെ പാടണേ. ആർ യു റെഡി? സോങ്ങിലേക്ക് പോകാം. മിസ്കോളടിച്ചാലും മോശമാകല്ലേ, ചാറ്റ് ചെയ്ത് ജീവിതം ചീറ്റിടല്ലേ, ഓൺലൈനിൽ കുരുങ്ങി ഓഫാകല്ലേ, സെൽഫി എടുത്താലും സെൽഫിഷാകല്ലേ, മിസ്കോളടിച്ചാലും മോശമാകല്ലേ, ചാറ്റ് ചെയ്ത് ജീവിതം ചീറ്റിടല്ലേ, ഓൺലൈനിൽ കുരുങ്ങി ഓഫാകല്ലേ. oh, 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 oh.
മരുന്നടിച്ചും സ്വിച്ച് ഓഫ് ആയി പോകല്ലേ നല്ല ബഡീസേ. വീട്ടിന്നും പള്ളിന്നും ഔട്ട് ഓഫ് റേഞ്ച് കറങ്ങിത്തിരിഞ്ഞ് വൈറസ് ആകല്ലേ. കിഡ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരുക്കിയ എല്ലാ സെഗ്മെന്റുകളും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഇറ്റ്സ് മീ എൽറ്റ മരിയ ലൂക്കോസ്. ടേക്ക് കെയർ. ബൈ.